ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പഴം റെസിപ്പിയാണ്. പഴം വീട്ടിലുണ്ടെങ്കിൽ വൈകുന്നേരം ചായക്ക് ഒരു കിഡു ഐറ്റം. ഈ ഒരു പലഹാരം നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിത് അവിടെ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ 3 പഴവും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പഞ്ചസാരയിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ലേശം വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായി നമ്മുടെ തേങ്ങയൊക്കെ നല്ല രീതിയിലൊന്ന് വേവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പഴം കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തീ ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതാ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴം ചേർത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പഴത്തിൻ്റെ നിറമൊക്കെ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ പഴമൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പം ഞാനിത് അവിടെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ അവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവലും പഴം കൂടെ നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം, ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചെടുക്കാം. ഇനി പഞ്ചസാര മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്കൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത്. 5-6 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നട്ട്സായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ബദാമാണോ അല്ലെങ്കിൽ കടല, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതാ ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം അതുപോലെ തന്നെ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് എടുത്തിട്ടൊന്ന് കയ്യിൽ പുരട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുള പിടിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റിയുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം ഞാനിതാ ഇവിടെ 2 ബ്രെഡ് എടുത്തിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ബ്രെഡിലേക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ തിന്നാനും നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. വൈകുന്നേരം ചായക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പഴം കൊണ്ടുള്ളൊരു പലഹാരമാണ്. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ഓക്കെ, ബൈ.